ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കള്ളം പൂട്ടി ശബരിമല സംസാരിച്ചാൽ ഞങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിന് ഉത്തരവുണ്ടോ? സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അരുൺ കേൾപ്പിച്ച ചാണ്ടി ഉമ്മന്റെ ശബ്ദം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതിനാണ്. അതാണ് എന്റെ ചോദ്യം. കള്ളം പോറ്റിയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ്, ആ കള്ളൻ പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ്, കള്ളം പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന ആന്റോ ആന്റണി, കള്ളം പോറ്റിക്ക് കൂട്ടു നിൽക്കുന്ന അടൂർ പ്രകാശ്, ആ കള്ളന്മാർക്ക് കഞ്ഞിവെച്ച് കൊടുക്കുന്ന വി.ഡി. സതീശൻ. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഒളിച്ചോടി. എന്തിനൊളിച്ചോടി? കടകംപള്ളി സുരേന്ദ്രൻ കേസ് കൊടുത്തപ്പോ എവിടെ തെളിവ്? കൊണ്ടുവന്നോ തെളിവ്? രമേശ് ചെന്നിത്തല 500 കോടി രൂപ എവിടെയാ? 500 കോടി രൂപ രമേശ് ചെന്നിത്തല എവിടെയാണ്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ചോദ്യം, സോണിയാഗാന്ധിയുടെ കയ്യിലെ ഈ കള്ളം പോറ്റി എന്തിന് ബ്രേസ്ലെറ്റ് കെട്ടി? സോണിയാഗാന്ധിയുടെ കയ്യിൽ കള്ളം പോറ്റിയെ കൊണ്ട് ബ്രേസ്ലെറ്റ് കെട്ടിച്ച് സോണിയാഗാന്ധിയുടെ അന്തഃപുരത്തിൽ ഈ കള്ളം പോറ്റിയെ കയറ്റിയ കോൺഗ്രസിന് എന്റെ മുന്നിൽ അതിന് തെളിവില്ല. അത് ബ്രേസ്ലെറ്റ് ആണ് എന്നതിന് തെളിവില്ല. പക്ഷേ ലൈബ്രറിയിൽ നിന്ന് പ്ലേ ചെയ്യും. പ്ലേ ചെയ്യാം. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്ലേ ചെയ്യാം. ഒരു നിമിഷം രണ്ടുപേരോട് നമുക്ക് എല്ലാ ദൃശ്യങ്ങളും പ്ലേ ചെയ്യാം. പക്ഷെ ഇതിൽ നിന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് അത് കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിൽ സ്വാധീനമുള്ളയാൾ, ശരിയാണ്. ജൻപതിലേക്ക് എത്തുന്നു, അവിടെ സോണിയാഗാന്ധിയെ കാണുന്നു, ആന്റോ ആന്റണിയുടെ ദൃശ്യമുണ്ട്, അടൂർ പ്രകാശിന്റെ ദൃശ്യമുണ്ട്. ഇത്രയും അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അല്ല, എന്താണ് തെളിവുള്ളത് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണെന്ന്? അത് കയ്യിലൊരു ചരട് കെട്ടി കൊടുത്തതായി കൂടെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ബാംഗ്ലൂരിലെ അന്ന് ഒരു തരത്തിലുള്ള ആരോപണവും ഇല്ലാതിരുന്ന ഒരു പോറ്റി അവിടെ പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടി കൊടുക്കുന്നതിനകത്ത് എന്താ പ്രശ്നം? എന്നാണത് കെട്ടിയത്? അരുൺകുമാറെ ഡേറ്റ് എന്ന് പറഞ്ഞ് കെട്ടിയ ഡേറ്റ് ഒന്ന് പറ. അരുൺകുമാർ അത് കെട്ടിയ ഡേറ്റ് ഒന്ന് പറ. എനിക്ക് ആ ഡേറ്റ് അറിയില്ല. ആ കെട്ടിയ ഡേറ്റ് ഒന്ന് പറ. ആ പിന്നെങ്ങനെയാ നിങ്ങൾ ഒരു പ്രശ്നം നിങ്ങളൊരു പ്രശ്നമില്ലാതിരുന്ന കാലം അരുൺകുമാർ പറഞ്ഞെങ്ങനെയാ? അല്ലല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളാണ് ഇല്ലാതിരുന്ന കാലത്ത് കെട്ടിയതാണ്. അരുൺകുമാർ സോണിയാഗാന്ധിയുടെ സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനെ കൊണ്ട് പറയിപ്പിക്കേ. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പാർട്ടിയല്ല കേരളം ഭരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ അംഗമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നടക്കുമ്പോ ആ സോണിയാഗാന്ധിയുടെ പാർട്ടിയുടെ ഒരു മുൻ മന്ത്രിയുടെ PS അല്ല അവിടെ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാ? പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡ് കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടെ നിൽപ്പുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടെ നിൽക്കുന്നു. എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്? കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന കോൺഗ്രസുകാരെ, ഉമ്മൻചാണ്ടിയുടെ മകനെ, സതീശനെ, രമേശ് ചെന്നിത്തലയെ, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്നാണ് ഉമ്മൻചാണ്ടി, എന്നാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളം പോറ്റി കയറിയത്? എന്തിനാണ് കള്ളം പോറ്റി കയറിയത്? കള്ളം പോറ്റിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കീഴ്ശാന്തിയെ കൊണ്ടുവന്ന് ആ കീഴ്ശാന്തിയെ കൊണ്ട് CPM-ന്റെ കാലത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ജയിലിൽ കിടക്കുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടി ഇടനിലനിന്നു എന്ന് പറയുന്നതിലും വലിയ അധിക്ഷേപമുണ്ടോ പാർട്ടിക്ക്? പിന്നെന്തിനാ ഇങ്ങനെ ഒരു പാർട്ടി? ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊണ്ടുവന്ന് നിൽക്കേണ്ട. തത്വത്തിൽ അങ്ങനെ വിചാരിച്ചാൽ പോലും സർക്കാരിന് കീഴ്ശാന്തി നിയമിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ശബരിമലയിൽ. അത് കോൺഗ്രസിനുമില്ല, CPM-നുമില്ല. പക്ഷേ അനിൽകുമാർ, അങ്ങനെ കോൺഗ്രസിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണക്കൊള്ള നടത്താനുള്ള ഇടമൊരുക്കി കൊടുത്തത് പത്മകുമാറല്ലേ? പത്മകുമാർ സോണിയാഗാന്ധിയുടെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണോ? അരുൺകുമാറിനോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കുന്നുള്ളൂ. പത്മകുമാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞു പോറ്റിയെ കയറ്റിന്ന്. എൻ്റെ വാദം പോറ്റിയെ കയറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. 1. 2, അത് ശബരിമല മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അന്തഃപുരത്ത് കയറ്റി. അവിടെ കയറി കയ്യിലെന്തോ കെട്ടുന്ന കണ്ടു.
സ്വർണ്ണമാണോ വെള്ളിയാണോ കിട്ടിയത് എനിക്ക് അറിയത്തില്ല. അവിടെ കൊണ്ട് നിർത്തരുത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക പരിപാടിയിൽ കയറ്റി കോൺഗ്രസ്സുകാരോട് ചോദിക്കുക. അല്ല കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, അത് ഉമ്മൻചാണ്ടിയാണ്. കോൺഗ്രസ്സുകാരനോട് ചോദിക്കുക. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യുക. തൽക്കാലം ആ കോൺഗ്രസ്സുകാരെ അടുത്തിരിപ്പുണ്ടല്ലോ, ഞങ്ങളെ പള്ളി പറഞ്ഞ മാന്യൻ അടുത്തിരിപ്പുണ്ടല്ലോ, ആ മാന്യനോട് ചോദിക്കാൻ നാക്കെന്താ പൊന്താത്തത്? സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലാണോ ആ ചോദ്യത്തിന്റെ പ്രസക്തി പോലും എനിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നില്ല. പക്ഷേ രാജു പി നായർ, അങ്ങേക്ക് ഇതെന്നാണെന്ന് അറിയാമെങ്കിൽ അങ്ങേക്ക് മറുപടി നൽകാം. കുമാറേ, ഈ വ്യക്തിപരമായിട്ട് പറയുന്നത് എനിക്കിഷ്ടം, പക്ഷെ നാണം കെട്ട കള്ളത്തരം ഇങ്ങനെ പറയാമോ? നാണം കെട്ട കള്ളത്തരം. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കറിയില്ല സ്വർണ്ണമാണോ കെട്ടിയതെന്ന് എനിക്കറിയില്ല, പിന്നെ നിങ്ങളെന്തിനാ ബ്രേസ്ലെറ്റാ കെട്ടിയെന്ന് പറഞ്ഞത്? അല്പമെങ്കിലും അരുൺകുമാർ, നിങ്ങൾക്ക് എന്താണ് കെട്ടി? ഞാൻ പറയട്ടെ, ഞാൻ മിണ്ടായിരുന്നാണല്ലോ. ആ ആദ്യഘട്ടത്തിൽ നിങ്ങളാണല്ലോ പറഞ്ഞത് ബ്രേസ്ലെറ്റ് ആണ്. അതിനല്ലേ എന്നോട് മറുപടി വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. നിങ്ങൾ ആദ്യഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, ഞാൻ അതിൽ ഇടപെട്ടില്ല. നിങ്ങൾ ആദ്യം അന്തസ്സില്ലാതെ നീചമായി പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കല്ലേ, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ചയുടെ കാമ്പിലേക്ക് പോലും എത്തിയിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന് കറങ്ങുകയാണ്. ആ വരികളിലല്ല പ്രശ്നമുള്ളത്, ആ വരികൾക്കിടയിലുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. രാജു പി നായർ ഒരു നിമിഷം, രാജു പി നായർ ഒരു നിമിഷം. അനിൽകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണട്ടെ. അതിൽ നിന്ന് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ എന്നത് പ്രേക്ഷകരും കൂടി ഒന്ന് തീരുമാനിക്കും. ഒരു നിമിഷം, ആവശ്യമില്ലാതെ ജനങ്ങളെ കൂടി ഇതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കല്ല, പറഞ്ഞ സ്ഥിതിക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത് മാത്രം. ആ ദൃശ്യങ്ങളിൽ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ബ്രേസ്ലെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ആ ദൃശ്യം. ഞാൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ശരി, ഞാൻ ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞുതരാം. അരുൺകുമാർ ആദ്യം പറയുന്നത് എന്നോട് ചോദിച്ച കേൾക്കുന്നേ, ശ്രീ രാജു പി നായർ പറയും. ശ്രീ അനിൽ, എനിക്കറിയാം ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, അത് രാജു പി നായർ മറുപടി പറയും. ഒരു നിമിഷം, നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. അനിൽകുമാർ ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയത് എന്തിനാണ് എന്ന് രാജു പി നായർ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒന്നുകൂടി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കെട്ടിയത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ ഘട്ടത്തിൽ ബ്രേസ്ലെറ്റ് ആണെന്ന് പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ഇയാളെ കൊണ്ടുപോയി നിങ്ങളുടെ ധാരണ പറയാനുള്ളത് വീട്ടിൽ പോയി പറയണം. നിങ്ങളുടെ ധാരണ പറയാനുള്ളത് വീട്ടിൽ പോയി ഭാര്യയും മക്കളെ വിളിച്ചിട്ട് പറയണം, ചാനലിലല്ല പറയേണ്ടത്. നിങ്ങളുടെ ധാരണ പറയാം, വീട്ടിൽ പോയി ഭാര്യ മക്കളെ വിളിച്ചിട്ട് പറയണം. അല്ലെങ്കിൽ ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടുപിടിച്ചോ, ആ ക്ലിഫ് ഹൗസിലേക്ക് വിട്ടിട്ട് പിണറായി വിജയനെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞോ നിങ്ങളുടെ ധാരണ. സോണിയാഗാന്ധി മേലേക്ക് തന്റെ ധാരണ കൊണ്ടുവരണ്ട കേട്ടാ, അത് വേണ്ട. തെമ്മാടിത്തരം പറഞ്ഞിട്ട് തെമ്മാടി വന്നിരുന്നു. വ്യക്തിപരമായി ചർച്ച പോകേണ്ടതില്ല. രാജു പി നായർ, വ്യക്തിപരമായി ചർച്ച അരുൺകുമാറെ, വ്യക്തിപരമായി പോകേണ്ടി വരും. എന്റെ ധാരണ എന്ന് പറഞ്ഞ് CPM-ന്റെ പ്രതിനിധി സോണിയാഗാന്ധി നമുക്കറിയാവുന്ന വസ്തുത പറഞ്ഞു പോകാം. നമുക്കറിയാവുന്ന വസ്തുത പറഞ്ഞു പോകാം. ഈ ചർച്ചയിൽ നമ്മൾ 5 പേരുണ്ടല്ലോ. ഈ പാനലിൽ ഇരിക്കുന്ന ഒരാൾക്കും രാജു പി നായർ, ഈ ചർച്ചയിലെ പാനലിൽ ഇരിക്കുന്ന ഒരാൾക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ബ്രേസ്ലെറ്റ് ആണ് എന്ന് അറിയില്ല. അതല്ലേ വസ്തുത അനിൽകുമാർ? ആ വസ്തുത അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ എന്തിനാണ് ഈ സോണിയാഗാന്ധി ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്ത് കെട്ടി എന്ന് പറയൂ. അത് ചരട് കെട്ടി എന്ന് സങ്കല്പിച്ചാൽ പോലും അതിന്റെ പ്രസക്തി എന്താണ് കെട്ടിയത് എന്ന് കെട്ടി, എന്താണ് കെട്ടിയത് എന്ന് കെട്ടി. ശരി, എന്ന് കെട്ടി എന്നുള്ളതാണ് രാജു പി നായർക്ക് അറിയാമെങ്കിൽ രാജു പി നായർ പറയുക. രാജു പി നായർ അറിയാമെങ്കിൽ അത് പറഞ്ഞോളൂ. എന്ത് കെട്ടി, എന്താണ് കെട്ടിയത്, എന്നാണ് കെട്ടിയത്? ശരി,
അതിനേതോ ഒരു വാക്ക് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി. ചോദ്യം ചോദിച്ചാൽ ഒരു നിമിഷം. ഷാബുവിന് അറിയാമെന്ന് തോന്നുന്നു. ഷാബുവിന് അറിയാമോ എന്താ കിട്ടിയത്, എന്നാ കിട്ടിയത്? എനിക്കെങ്ങനെ അറിയാമോ? ഞാൻ ഇപ്പോഴാണ് ആ ഫോട്ടോ അല്ലല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ മതി. ഈ ചർച്ചയുടെ ഈ മനുഷ്യൻ ഇവിടെ സ്വയം വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയുടെ മെറിറ്റ് മാറ്റി കൊണ്ടുപോകുന്നതിന് അരുൺകുമാർ അറിഞ്ഞോ അറിയാതെയോ വഴങ്ങുകയാണ്. അല്ലല്ല, വളരെ ഗൗരവമേറിയ ഒരു വിഷയം വന്നപ്പോൾ രാജു പി നായർ മറുപടി പറയാതെ പോയിരിക്കും. നാളെ ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ്. ദൃശ്യങ്ങളും വാക്കുകളും പലതരത്തിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് വസ്തുതവിരുത്തി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്നലെ മുതൽ സോണിയാഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണമുണ്ട്. അതിൽ എന്ത് വാസ്തവമെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാജു പി നായർ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകാതെ അതിന്റെ മെറിറ്റിലേക്ക് വരാം. അനിൽകുമാറും ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചു. അത് ബ്രേസ്ലെറ്റ് അല്ല, അത് ഒരുപക്ഷെ ചരടായിരിക്കാം. അത് എന്ന് കിട്ടിയെന്ന് നമുക്കറിയില്ല. അത് എന്ന് കിട്ടിയാലും അതിനൊരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു. രാജു പി നായർ, അങ്ങേക്ക് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് എത്തിയാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPI. ഞാൻ പറയാം. ഓ, പറഞ്ഞോളൂ. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരി, എന്ന് കെട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും ഈ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ എന്തായാലും 2019 തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പാണ് അല്ലെ? ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇയാളെ ഉപയോഗിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞതിന്റെ മുഴുവൻ പൊള്ളത്തരവും മനസ്സിലായില്ലേ? പിന്നെ ഞാൻ വ്യക്തിപരമായി പറയുന്ന ആളല്ല, പക്ഷേ തന്റെ വ്യക്തിപരമായ അഭിപ്രായവും തന്റെ വ്യക്തിപരമായ നിഗമനവും ഒരു പാർട്ടിയുടെ കാര്യമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ പ്രസിഡന്റിനെ പറഞ്ഞാൽ ഞാൻ ചീത്ത പറയും. അത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. ഇങ്ങേര് സത്യം പറഞ്ഞ ഈ ചർച്ചകളിൽ മുഴുവൻ വിഷയം നന്നായി ചർച്ച ചെയ്യുന്ന ആളാണ്. നമ്മൾ ചർച്ചകൾക്ക് വേണം. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായ ചർച്ചയിലേക്ക് പോകുന്നില്ല. വ്യക്തിപരമായ ചർച്ചകളിലേക്ക് പോകുന്നില്ല. നമുക്കൊരു ചർച്ചയല്ലേ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ വിഷയം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. Debate with Dr. Arun Kumar.